വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അങ്ങനെ നമ്മളുടെ മുന്നിൽ നമ്മൾ വിചാരിച്ച ദിവസം വന്നെത്തിയിരിക്കുകയാണ് അല്ലെ. പെട്ടെന്ന് പഠിക്കുക. നമുക്കറിയാം 7ാം ക്ലാസ്സിനെ പോലെയല്ല 8ാം ക്ലാസ്സിൽ 3 സബ്ജക്റ്റ് ആണ് ഒരു ദിവസം നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പൊ കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സസും കോണ്ടന്റ് വീഡിയോസും ടെക്സ്റ്റ് ബുക്കും നോട്ട്സും ഒക്കെ വായിച്ച് പഠിക്കാം. നമുക്ക് കളിച്ചിരിക്കാനൊക്കെ സമയം ഇനി നമ്മുടെ മുന്നിലുണ്ട്. ഓണം വെക്കേഷനൊക്കെ വരാൻ പോവാണ്. സോ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്ന അളവുകളെ അവയുടെ വാല്യൂവിൽ വ്യത്യാസം വരാതെ അതിന്റെ SI യൂണിറ്റിലേക്ക് മാറ്റാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 3500 ഗ്രാം ഉണ്ട്, 2.5 കിലോമീറ്റർ ഉണ്ട് അല്ലെ. നമുക്കറിയാം ഒരുപാട് യൂണിറ്റുകൾ പലർക്കും ഉണ്ട്. നമ്മൾ ആകെ 3 പേരെ കുറിച്ച് പഠിക്കുന്നുള്ളൂ അല്ലെ. ലെങ്തിനെ കുറിച്ചും മാസിനെ കുറിച്ചും ടൈമിനെ കുറിച്ചും. ഇവരുടെയൊക്കെ SI യൂണിറ്റ് നമുക്കറിയാം. കുറേ യൂണിറ്റുകൾ, ലെങ്തിന്റെ കുറേ യൂണിറ്റുകൾ നമുക്കറിയാം. പക്ഷെ അതിൽ ഒരാൾ മാത്രമാണ് SI യൂണിറ്റ്. അപ്പോൾ ഈ 2.5 കിലോമീറ്റർ എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് നമുക്കറിയാം അല്ലെ. ലെങ്ത്തിന് ഒരുപാട് യൂണിറ്റുകൾ ഉണ്ടെങ്കിലും ലെങ്ത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ആണ്. അതുപോലെ തന്നെ 3500 ഗ്രാം എന്ന് പറയുന്നത് ഗ്രാം എന്ന് പറയുന്നത് ആരുടെ യൂണിറ്റാ? മാസിന്റെ യൂണിറ്റ് ആണ്. മാസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ 3500 ഗ്രാം എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണ്, അതുപോലെ തന്നെ 2.5 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ് എന്നതാണ്. അപ്പൊ എങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഫോർ എക്സാമ്പിൾ നോക്കടാ, കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റുന്നത് അല്ലെങ്കിൽ തിരിച്ചു മാറ്റുന്നത് അല്ലെ. എങ്ങനെ? ആദ്യം നമ്മൾ ഏതാ സ്മോള് ഏതാ ബിഗ് എന്ന് അറിയണം. നമുക്കറിയാം ഗ്രാം ആണ് ചെറുത്, കിലോഗ്രാം ആണ് വലുത് അല്ലെ. അപ്പോൾ എപ്പോഴും ചെറുതിനെ വലുതിലേക്ക് മാറ്റുമ്പോൾ എപ്പോഴും നമ്മൾ ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. എന്നാൽ തിരിച്ച് ബിഗിൽ നിന്നും സ്മോളിലേക്കാണെങ്കിൽ എപ്പോഴും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ട. ഈ ഒരു സംഭവം നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, അതും കൂടെ നമ്മൾ കൂട്ടത്തിൽ പഠിച്ചു വെക്കണം. സോ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഈ ഗ്രാമും കിലോഗ്രാം ഒക്കെ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് 1000ന്റെ ബന്ധം. അതായത് 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ 1000 കൊണ്ട് ഗുണിക്കുകയോ 1000 കൊണ്ട് ഹരിക്കുകയോ ചെയ്താൽ മതി. സോ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് 3500 ഗ്രാം എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണെന്നാണ്. സോ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? 1000 കൊണ്ട് ഹരിക്കണം. സോ 3500 ഡിവൈഡഡ് ബൈ 1000. 0 കട്ട് ചെയ്യുന്നു. അവസാനം 35/10. 10നെ കൊണ്ട് ഏതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിലും അവസാന നമ്പറിന് മുന്നേ ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. സോ 3.5 കിലോഗ്രാം എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്തത് അല്ലെ. ഇനി നെക്സ്റ്റ് ചോദ്യമായിരുന്നു കിലോമീറ്ററും മീറ്ററും അല്ലെ. നമുക്കറിയാം 2.5 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്ററാ എന്നായിരുന്നു നമ്മളുടെ ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾ ഏതാണ് സ്മോള്? മീറ്റർ ആണ് സ്മോള്. ഇതാണ് ബിഗ് എന്ന് പറയുന്നത്. സ്മോളിനെ ബിഗിലേക്ക് മാറ്റുമ്പോൾ ഡിവൈഡ് ചെയ്യണം അല്ലെ. ബിഗിൽ നിന്നും സ്മോളിലേക്ക് മാറ്റുമ്പോൾ ഇൻഡു ചെയ്യണം. ആ കാര്യം നമുക്കറിയാലോ, അറിയാം. ഓക്കെ, അപ്പൊ ഇനി ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്. അതായത് 1000 മീറ്ററിനെയാണ് നമ്മൾ 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ആണ് വേണ്ടത്. അപ്പൊ നമ്മുടെ ചോദ്യം 2.5 കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം. കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. സോ 2.5 × 1000 സെറ്റാണല്ലോ. ആദ്യം നമ്മൾ പോയിന്റ് ഒന്നും ഇല്ലാതെ അങ്ങോട്ട് ഗുണിച്ചു കൊടുക്കുക. അപ്പൊ 25 × 1000 ചെയ്യുമ്പോൾ അതാ ഇത്രയും പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പോയിന്റ് ഉണ്ടായിരുന്നു, അപ്പൊ ആൻസറിലും പോയിന്റ് വേണം. അപ്പൊ നമ്മൾ ഒരു നമ്പർ മാറ്റി കുത്തി കൊടുക്കുക. സോ വി വിൽ ഗെറ്റ് 2500 മീറ്റർ. എത്ര സിമ്പിൾ അല്ലേ. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ അത് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു ചെറിയ ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരികയാണ്. നോക്കണം. വാട്ട് ഈസ് ലീസ്റ്റ് കൗണ്ട്? ലീസ്റ്റ് കൗണ്ട് എന്നാൽ എന്ത്? അത് നമുക്കറിയാം അല്ലെ. ഒരു ഉപകരണം ഉപയോഗിച്ചിട്ട് അളന്നെടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പോൾ നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു അളവുണ്ട് അല്ലെ. ഏറ്റവും ചെറിയ അളവ് കറക്റ്റ് ആയിട്ട് അളന്നെടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ വാച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് അളന്നെടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ് എന്ന് പറഞ്ഞാൽ അല്ലെ. ഇപ്പൊ എന്റെ കയ്യിലുള്ള വാച്ച് സെക്കൻഡ് സൂചിയൊക്കെ ഉണ്ട്. അപ്പൊ ഏറ്റവും ചെറിയ അളവ് ആ 1 സെക്കൻഡ് ആണ് അല്ലെ. അപ്പൊ ഓരോരുത്തർക്കും അല്ലെ ഓരോ ഡിവൈസിനും അവരുടെ ലീസ്റ്റ് കൗണ്ട് ഉണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, മീറ്റർ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എത്ര? നിങ്ങളുടെ കയ്യിലുള്ള മീറ്റർ സ്കെയിലിൽ നിന്ന് അളന്നെടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവ് എത്ര? ആൻസർ കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.